ഹായ്, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ വന്നിട്ടുള്ള കോവൽ കൃഷി എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇത് കണ്ടോ, നല്ല കോവയ്ക്ക. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഒരു ചെറിയ തണ്ട് ഇവിടെ കൊണ്ടുവച്ചതാണ്. ഇത് ഇത്രയും പടർന്ന് പന്തലിച്ചത് കണ്ടോ. ഇതൊരു വേപ്പാണ് കേട്ടോ, ഇതൊരു ആര്യവേപ്പാണ്. ഇത് മുഴുവനും കോവയ്ക്ക അങ്ങനെ വിളഞ്ഞ് നിൽക്കുക. നമുക്കിവിടെ നോക്കിയാൽ വലുതായിട്ട് കാണത്തില്ല. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മേലെ കയറി അതിൻ്റെ മൂലയിൽ കൂടെ കയറി ഒരു വിധത്തിലാണ് ഇത് കുറച്ച് പറിച്ചെടുത്തത്. ഇനി കുറച്ചുകൂടെ ഉണ്ട്. ഇപ്പം നമുക്കിത് 2 നേരത്തേക്കുണ്ട്. ബാക്കി നമുക്ക് പിന്നീട് പറിക്കാം, നാളെ വേണേൽ പറിക്കാം. ഇവിടെ ഒരെണ്ണം കൂടെ നിൽപ്പുണ്ട്, അങ്ങനെ പറിക്കാൻ പറ്റുമോ? നല്ല ഉയരത്തിലാണ്. അല്ല, പിന്നെ ഏണിയൊക്കെ വെച്ച് കയറണം, അത് വലിയ പാടാണ്. ഇപ്പം തന്നെ ഇത് കുറച്ച് മതിലൊക്കെ കയറി നിന്നിട്ടാണ് വരച്ചത്. എന്നാലും വളരെ സന്തോഷം. നമ്മൾ നമ്മുടെ കൈ കൊണ്ട് വെച്ച് ഇതിൽ നിന്ന് ഫലം പറിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമല്ലേ. പണ്ട് ഇപ്പോൾ എനിക്ക് ഒരു ഓർമ്മ വരുന്നത്, എൻ്റെ ചിറ്റപ്പനോട് അതിങ്ങനെ കടച്ചക്ക ഉണ്ടല്ലോ, നമ്മുടെ കടച്ചക്ക. ഒരു വീടിൻ്റെ പറമ്പിൽ ഒരുപാട് കടച്ചക്ക ഉണ്ടായിരുന്നു, ഒരു വലിയ മരത്തിൽ നിറയെ കടച്ചക്കയുണ്ട്. അപ്പം അവിടെ ഉള്ളൊരു അയാൾ ഈ കടച്ചക്ക വയ്ക്കാൻ വേണ്ടി മരത്തിൽ കയറി അയാൾ വീണു. അപ്പം ചിറ്റപ്പൻ ഒരു വലിയ വൈദ്യനായിരുന്നു എൻ്റെ. അപ്പോൾ അവിടുന്ന് ആൾ ഓടി വന്നിട്ട് ചിറ്റപ്പനോട് പറഞ്ഞു, വൈദ്യര് സാറേ കടപ്പിലാവേന്ന് എൻ്റെ അച്ഛൻ താഴെ വീണു, വൈദ്യര് സാറേ ഒന്ന് വേഗം വരണം, എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ് എഴുന്നേക്കുന്നില്ല. അപ്പം എൻ്റെ ചിറ്റപ്പൻ ഈ കൃഷിയോട് ഭയങ്കര ആരാധനയുള്ള ആളാണ്. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാം? അദ്ദേഹം എടുത്ത വായി ചോദിച്ചെന്നറിയാം, സുകുമാര ആ കടപ്പിലാവിന് നല്ല കായ്ഫലമുള്ളതാണോ എന്ന് ചോദിച്ചു. അവിടെ പുള്ളിയെ കൺസൾട്ട് ചെയ്യാൻ, പുള്ളിയെ കാണാൻ വന്ന പേഷ്യൻസ് കുറേ പേരില്ല, അവരെല്ലാം കൂടെ ഒറ്റ ചിരി. അന്നേരമാണ് പുള്ളി ചോദിച്ചത്, അയ്യോ ഞാൻ ചോദിച്ചത് മണ്ടത്തരമായിപ്പോയിരുന്നു. അത് ഈ കൃഷിയോടുള്ള അമിത താല്പര്യമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. എന്നാൽ മരത്തിൽ നിന്ന് വീണ പുള്ളിക്ക് എന്തായി നല്ല വേറെന്തെങ്കിലും പ്രശ്നമുള്ള പോലെ ചോദിച്ചു. പുള്ളി ചോദിച്ചു, ആ കടപ്പിലാവ് നല്ല കായ്ഫലമുള്ള കടപ്പിലാവാണെന്ന് ചോദിച്ചു. അപ്പം അത് സത്യത്തിൽ ഇതൊരു കോമഡി ആയിട്ട് ഇപ്പോൾ പറയുന്നെങ്കിലും ഈ കൃഷിയോടുള്ള അമിത താല്പര്യമാണ് അന്നേരം പുള്ളിയുടെ ഉള്ളിൽ നിന്ന് അറിയാതെ പുറത്തേക്ക് വന്നത്. ഞാൻ ഈ അവസരത്തിൽ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയല്ല, നടന്ന കാര്യമാണ്. അപ്പം കൃഷിയോട് ഞാനും ഇടുക്കി ജനിച്ചുകൊണ്ടാവാം കൃഷിയോട് ഇത്രയും താല്പര്യം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം. നന്ദി, നമസ്കാരം.